ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇപ്പോൾ അവരെ അനുസരിക്കുക, എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. 1 സാമുവേൽ 8:9. നാം എല്ലാം സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സമൂഹത്തെ അവഗണിച്ചാൽ ജീവിതം പ്രയാസമാകും. ഒരു പ്രമാണവുമില്ലാതെ അധപ്പതിക്കുന്ന സമൂഹത്തോട് താദാത്മ്യം പ്രാപിച്ചാൽ നാം അധപ്പതിക്കും. നമ്മുടെ ബോധ്യവും വിശ്വാസവും ഉപേക്ഷിക്കാതെ പൊതുജനങ്ങളുടെ ആശയങ്ങളെ കണക്കിലെടുത്ത് തീരുമാനം ചെയ്യുകയാണ് ശരിയായ മാർഗം. സാമുവേൽ പ്രവാചകന്റെ കാലം വരെ ഇസ്രായേലിന്റെ ജീവിത രീതി ഒരു സഭയുടെ മാതൃകയിൽ ആയിരുന്നു. പ്രവാചകന്മാർ അവരെ നയിച്ചു. ചുറ്റുപാടുമുള്ള ജാതികൾക്ക് രാജാക്കന്മാര് ഉള്ളതുപോലെ അവർക്കും ഒരു രാജാവ് വേണമെന്ന് അവർ ആഗ്രഹിച്ചു. സാമുവേലിന് അത് ഇഷ്ടപ്പെട്ടില്ല. ദൈവം സാമുവേലിനോട് ഈ സാഹചര്യത്തിൽ എപ്രകാരം പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. വരുവാൻ സാധ്യതയുള്ള ആപത്തിനെ പറ്റി അവരോട് പറയണം. അതിനുശേഷം അവർ എന്ത് തീരുമാനമെടുക്കുന്നുവോ അതിനോട് യോജിക്കണം. അവരുടെ അപേക്ഷ അനുസരിച്ച് പ്രവർത്തിക്കണം. സ്വന്തം അഭിപ്രായം വ്യക്തമായി പറയുകയും പിന്നീട് പൊതുവായി ചെയ്യുന്ന തീരുമാനത്തെ ബഹുമാനിക്കുകയും വേണം. ഈ ഉപദേശമനുസരിച്ച് സാമുവേൽ പ്രവർത്തിച്ചു. നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയണം. ആവുന്നത്ര അത് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ശ്രമിക്കണം. അവസാനം എല്ലാവരും ചേർന്ന് എന്ത് തീരുമാനത്തിൽ എത്തുന്നുവോ അതിനെ ബഹുമാനിക്കണം. ജനായത്ത ഭരണത്തിന്റെ അടിസ്ഥാനം ഇതാണ്. നമ്മൾ ആരും തെറ്റില്ലാത്തവരല്ലല്ലോ. നാം നിർബന്ധ ബുദ്ധികളാകരുത്. പലരുടെ ചിന്തകൾ ഒരുമിച്ച് ചേരുമ്പോൾ പുതുതായി ഒരു ആളത്വവും ആരുടേതുമല്ലാത്ത ഒരു നൂതന ആശയവും ഉയർന്നു വരും. അതിനെ ബഹുമാനിക്കുവാൻ നാം പഠിക്കണം. അത് കുടുംബത്തിലും ഇടവകയിലും എല്ലാ സാമൂഹിക സംഘടനയിലും ഈ നിലവിൽ വന്നാൽ നമുക്ക് സമാധാനമായി ജീവിക്കാം. നാം മാത്രം ബുദ്ധിമാന്മാരെന്ന് ഗണിക്കാതെ മറ്റുള്ളവരുടെ ആശയങ്ങളെയും ബഹുമാനിക്കുവാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ആശയങ്ങൾ പൊതുവിൽ കൊടുക്കുകയും പൊതുവിൽ ഉള്ള ചിന്തയെ ബഹുമാനിക്കുകയും ചെയ്യുക. അതിനുള്ള കൃപാവരം കർത്താവായ ഈശോ നമുക്ക് തരട്ടെ. പരിശുദ്ധ അമ്മ IMS അമ്മ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.